കേരളത്തിൽ ഇന്ന് കോൺഗ്രസ് LDF സർക്കാരിൻ്റെ പേടി സ്വപ്നമായി മാറിക്കഴിഞ്ഞു. തെരുവിലും സഭയിലും ചാനൽ ചർച്ചകളിലും കോൺഗ്രസ് രൂക്ഷമായ രീതിയിൽ ചോദ്യശരങ്ങൾ തൊടുത്തുവിട്ട് സർക്കാരിനെയും LDFനെയും അണുവിട നീങ്ങാൻ അനുവദിക്കാതെ തൃശങ്കുവിലാക്കുകയാണ്. ഒന്നിനും ഉത്തരമില്ലാതെ ഓടി ഒളിക്കുകയും തട്ടിക്കയറുകയും ചെയ്യുന്ന മന്ത്രിമാരും MLAമാരും LDF വക്താക്കളും സ്വയം അപഹാസ്യരാകുന്ന കാഴ്ചയാണ് കേരള ജനത കണ്ടുകൊണ്ടിരിക്കുന്നത്. ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്ന് വാക്കുകൾക്ക് തിക്കും മുട്ടുമില്ലാതെ വായയ്ക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന പോലെ വിളമ്പുന്ന LDF വക്താക്കളായ ജേക്സി തോമസും K അനിൽകുമാറും KS അരുൺകുമാറും M പ്രകാശനും ഒക്കെ കോൺഗ്രസ് വക്താക്കളായ ജ്യോതികുമാർ ചാമക്കാല, എബിൻ വർക്കി, ജിൻഡോ ജോൺ, രാജു P നായർ, M ലിജു, BRM ഷഫീർ, സന്ദീപ് വാര്യർ തുടങ്ങിയവർക്ക് മുന്നിൽ പതറിച്ചിതറുന്ന കാഴ്ചയാണ് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് വക്താക്കളുടെ ചോദ്യങ്ങളെ നേരിടാനോ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ വിശദീകരിക്കാനോ കഴിയാതെ LDF വക്താക്കൾ അരി എത്ര പയർ അഞ്ഞാഴി എന്ന രീതിയിൽ മറുതലച്ച് അമ്പയെ പരാജയപ്പെടുമ്പോൾ പിന്നെ അവർ ചെയ്യുന്നത് ടെലിവിഷൻ അവതാരകർക്ക് നേരെ കയറുകയാണ്. അങ്ങാടി തോറ്റതിന് അമ്മയോട് എന്ന അവസ്ഥയിൽ ജയ്ക്കുൾപ്പെടെയുള്ള LDF വക്താക്കളൊക്കെ ചർച്ചയിലെത്തിയാൽ യാഥാർത്ഥ്യങ്ങളെ മറയ്ക്കാൻ യാതൊരു സങ്കോചവുമില്ലാതെ പച്ച നുണ പടച്ചുവിടുകയും അതിനെ ശരിവെക്കാൻ കിടന്ന് പിടഞ്ഞ് ന്യായീകരിക്കുകയും ചെയ്യുന്ന ഒരുതരം പൊറാട്ട് നാടകമാടുന്നത് കാണാം. ജ്യോതികുമാർ ചാമക്കാല, അബിൻ വർക്കി, ജിൻഡോ ജോൺ, BRM ഷഫീർ, രാജു P നായർ, സന്ദീപ് വാര്യർ തുടങ്ങിയ കോൺഗ്രസ് വക്താക്കളുടെ വാക്ചാതുര്യം സർക്കാരിൻ്റെ ഭരണപരാജയങ്ങളുടെ തെളിവുകളും CPM നേതാക്കൾ നേരിട്ടും അല്ലാതെയും നടത്തിയിട്ടുള്ള അഴിമതി ഇടപാടുകൾ ഒക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രേക്ഷക ലക്ഷങ്ങളുടെ മുന്നിൽ അടിവരയിട്ട് നിരത്തിവെച്ച് ചോദ്യങ്ങൾ തൊടുക്കുമ്പോഴാണ് നിൽക്കക്കള്ളിയില്ലാതെ എരുതിയിലിട്ട പോലെ നേതാക്കൾ ആക്രോശങ്ങളിൽ അഭയം പ്രാപിച്ച് രക്ഷ നേടാൻ ശ്രമിക്കുന്നത്. കണ്ടു നിൽക്കുന്നവർക്ക് മുഴുവനും അറിയാം അരുൺകുമാറും ജേക്സി തോമസും അടക്കമുള്ളവരുടെ ഒരു ഗതികേട്. എന്തായാലും ഈ വാക്ചാതുര്യമുള്ള CPM വക്താക്കളുടെ വായടപ്പിച്ച് കോൺഗ്രസിലെ പുലിക്കുട്ടികൾ ഇന്ന് കേരള സമൂഹത്തിൻ്റെ മനം കവർന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് അവർ ഹൈക്കമാൻഡ് വേണ്ട രീതിയിൽ പരിഗണിക്കാൻ ശ്രമിക്കുന്നതും. ജ്യോതികുമാർ ചാമക്കാലയെ പുനഃസംഘടന വരുന്നതോടെ KPCC ട്രഷറർ സ്ഥാനത്തേക്ക് ഉയർത്തിയും ഇപ്പോൾ എറണാകുളം DCC ജനറൽ സെക്രട്ടറിയായ രാജു P നായരെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയായി പരിഗണിച്ചുകൊണ്ടും ജിൻഡോ ജോണിനെയും എബിൻ വർക്കിയെയും M ലിജുവിനെയും BRM ഷഫീറിനെയും സന്ദീപ് വാര്യരെയും ഒക്കെ തന്നെ താക്കോൽ സ്ഥാനങ്ങളിലേക്കും സ്ഥാനാർത്ഥിത്വത്തിലേക്കും ഉയർത്തി കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ അടിത്തറ അരക്കെട്ടുറപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇവരുടെ ശബ്ദങ്ങൾ ഇന്ന് കേരള ജനത കാതോർക്കുകയാണ്. കാരണം CPMൻ്റെ പൊള്ളത്തരങ്ങളല്ല ഇന്ന് കേരളം അനുഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ നിരത്തിയാണ് CPMനെ ഇവർ പൊളിച്ചെടുക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ തങ്കപ്പാളി വിവാദങ്ങളിലുള്ള ചർച്ചകൾ തന്നെ ഇതിന് ഒരു ഉദാഹരണമാണ്. കേരളവും രാജ്യവും ഒട്ടാകെ ശബരിമലയിൽ വൻ കൊള്ള തന്നെ നടത്തി എന്ന് വിശ്വസിക്കുമ്പോൾ ഈ ഇടതുപക്ഷ നേതാക്കളാണെങ്കിൽ എതിർപക്ഷത്തു നിന്ന് ചർച്ച നടത്തുന്ന അവതാരകരിൽ നിന്നുമുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുകയും യാതൊരു യുക്തിയുമില്ലാത്ത ഉത്തരങ്ങൾ നൽകി ജനങ്ങളുടെ മുന്നിൽ അപഹാസ്യരാകുന്ന നിലയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കൂട്ടർക്ക് തീർത്തും പിണറായി ഭക്തരായ ഇവർക്ക് ഒറ്റ അജണ്ടയേ ഉള്ളൂ: രായാവിനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ. പണ്ടൊക്കെ ഈ സായാഹ്ന ചർച്ചകൾ പാർട്ടി വിശ്വാസങ്ങൾക്ക് അടിസ്ഥാനമാക്കിയാണ് നടന്നിരുന്നത് എങ്കിൽ ഇപ്പോൾ ഇത്തരക്കാരുടെ വിടുവായത്തരം കാരണം ഏതൊരു രാഷ്ട്രീയ നിരീക്ഷകനെയും അമ്പരപ്പിക്കുന്നതാണ്. ഈ ചർച്ചകളൊക്കെ ഒരു മുഴുനീള കോമഡി ഷോ കാണുന്നത് പോലെയാണ് ടെലിവിഷൻ സ്ക്രീനുകളുടെ മുന്നിൽ തങ്ങളുടെ വിലയേറിയ സമയം ചെലവഴിക്കുന്നത്. കേരളത്തിലെ CPMൻ്റെ അധപ്പതനത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ അവസ്ഥ. തങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി പൂർണ്ണമായും ഉപയോഗിക്കുകയാണ് ചാമക്കാലയും കൂട്ടരും ചെയ്യുന്നത്. ഒരു കാര്യം ഓർക്കുക, ഇന്ന് കോൺഗ്രസിൻ്റെ വക്താക്കളുടെ കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ല എന്നുള്ള സത്യം. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.